24 സംഘടിപ്പിക്കുന്ന ഇവിടെ രാഷ്ട്രീയം പറയാം എന്ന തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി ഇന്ന് കോഴിക്കോടാണ് നടക്കുക. ഇന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ഹാഷ്മി താജ് ഇബ്രാഹിം പരിപാടി നയിക്കും. ബീച്ച് ഫ്രീഡം സ്ക്വയർ പരിസരത്ത് ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ 1 മണിക്കൂർ ദൈർഘ്യത്തിലാണ് പരിപാടി. ഈ പരിപാടി തത്സമയം 24 സംപ്രേഷണം ചെയ്യും. കോഴിക്കോട് ബീച്ച് പരിസരത്ത് നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം ഈ പരിപാടിയുടെ അവതാരകൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഹാഷ്മി താജ് ഇബ്രാഹിം, താങ്കൾക്ക് ഈസ്റ്റർ ദിനാശംസകൾ കൂടി നേരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈസ്റ്റർ ദിനാശംസകൾ ഞാനും നേരുകയാണ്. എസ്കേനും നേരുന്നു. എസ്കേൻ, ഇന്നേക്ക് കൃത്യം 26-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലാണ്. എസ്കേൻ, അപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ താപനിലയുടെ ആ തിളനില ബോയിലിംഗ് പോയിന്റ് പക്ഷേ കൃത്യമായി അറിയണമെങ്കിൽ എനിക്ക് തോന്നുന്നു വടക്കൻ ജില്ലയിൽ തെക്കൻ ജില്ലകളെയൊക്കെ അപേക്ഷിച്ച് അങ്ങനെ കമ്പയർ ചെയ്യില്ല എങ്കിൽ കൂടിയും ഈ വടക്കൻ ജില്ലകളിൽ തൊട്ടാൽ അതിന്റെ ചൂട് വളരെ ഭംഗിയെ വളരെ വ്യക്തമായി അറിയാം. നമ്മളിപ്പോൾ കാസർഗോഡ് കടന്ന്, കണ്ണൂർ കടന്ന്, വയനാട് കടന്ന്, വടകര കടന്ന് ഇപ്പോൾ കോഴിക്കോട്ടേക്ക് എത്തി നിൽക്കുകയാണ്. കോഴിക്കോട്ടും സമാനമാണ് കാഴ്ച. നമ്മൾ ഈ കടന്നു വന്ന ജില്ലകളിൽ കണ്ട അതേ രാഷ്ട്രീയ ചൂട് കോഴിക്കോട് വളരെ പ്രകടമാണ്. ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാണ്. എസ്കേൻ, ഈ കൽബിൽ തേനൊഴുകണ കോഴിക്കോട് എന്നൊക്കെയാണ് സിനിമാ പാട്ടുകൾ പറയുന്നത്. ശരിയാണത്. വലിയ ആതിഥ്യ മര്യാദയുള്ള വലിയ സാഹിത്യ കുതുകികളുടെ നാടകത്തിന്റെ സിനിമകളുടെ ഒക്കെ തട്ടകം, ഒരു സാഹിത്യ നഗരം എന്നൊക്കെ പറയുമ്പോൾ പോലും രാഷ്ട്രീയം നമുക്ക് പിടിതരില്ല എസ്കേൻ. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് LDF-നൊപ്പം CPM-നൊപ്പം ഒക്കെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണ മനസ്സോടെ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് മൊത്തം മറന്ന് UDF-നൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ കഴിയുക. ഇക്കുറി അതിന് മാറ്റം ഉണ്ടാവുമോ എന്നുള്ളതാണ് LDF-ന്റെ CPM-ന്റെ ഒരു പരീക്ഷണം. MK രാഘവൻ MP 3-ാം ഊഴം പൂർത്തിയാക്കി 4-ാം ഊഴത്തിനായി ഇവിടെ ജനവിധി തേടുന്നു എസ്കേൻ. ആ 4-ാം ഊഴത്തിന്റെ അശ്വമേധം രാഘവീയം തടയാൻ എളമരം കരീം, സാക്ഷാൽ എളമരം കരീമിനെ തന്നെ ഏറ്റവും ജനകീയനായ CPM-നോട് കിട്ടാവുന്ന രാജ്യസഭാ MP ആയ CITUവിൽ തൊഴിലാളർ നിരയിലൊക്കെ വലിയ സ്വാധീനമുള്ള എളമരം കരീമിനെ ഇറക്കി രാഘവന്റെ ആ അശ്വമേധം തടയാൻ കഴിയുമെന്ന് CPM നോക്കുന്നു. BJP MD രമേശ്, അവർക്ക് കോഴിക്കോട് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ബെറ്റ്, ഏറ്റവും നല്ല സ്ഥാനാർത്ഥി MD രമേശിനെ ഇറക്കിക്കൊണ്ട് BJP-യും അവരുടെ മാറ്റുരയ്ക്കാനുള്ള നീക്കത്തിലാണ്. അപ്പോൾ പൗരത്വ ഭേദഗതി അടക്കം പക്ഷേ പൗരത്വ ഭേദഗതിയൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലങ്ങളൊന്ന് കോഴിക്കോട് ഉറപ്പായുമാണ്. ബാക്കി എല്ലാ വിഷയങ്ങളും ഇലക്ട്രൽ ബോണ്ടാവട്ടെ, ED വേട്ടയാവട്ടെ, പ്രാദേശിക പ്രശ്നങ്ങളാവട്ടെ, വികസന പ്രശ്നങ്ങളാവട്ടെ, സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്തതാവട്ടെ, മാസപ്പടി, അങ്ങനെ എല്ലാ തരത്തിലുള്ള വിഷയങ്ങളും രാഷ്ട്രീയമായി തന്നെ വലിയ ചർച്ച നടത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് കോഴിക്കോട്. അപ്പോൾ നമ്മുടെ വൈകിട്ട് വരുന്ന ചർച്ചയിൽ സ്വാഭാവികമായും ഈ പറയുന്ന ചർച്ചകളുടെ ചൂരും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. സ്കേദ, നമ്മുടെ പ്രിയപ്പെട്ട സമീർ C. മുഹമ്മദ് സ്കേ. സമീർ, അപ്പോൾ ആരൊക്കെയാണ് നമ്മുടെ അതിഥികൾ? ഒരു വലിയ ആൾക്കൂട്ടം, ഒരു ജനാരവം പ്രതീക്ഷിക്കാവും കോഴിക്കോട് ബീച്ചിൽ? തീർച്ചയായും കോഴിക്കോട് ബീച്ചാണ്. നമുക്ക് നല്ലൊരു ആരവം തന്നെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. നല്ലൊരു ജനപങ്കാളിത്തം ഉണ്ടാകുന്നത് സംശയമില്ല. UDF-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് KSUവിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്താണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. LDF-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള M. ഗിരീഷ് ഉണ്ട്. ഒപ്പം തന്നെ BJP-യുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് VK സജീവനാണ് NDAയുടെ പ്രതിനിധിയായിട്ടുള്ളത്. വലിയ ഒരു സ്വാധീനമുള്ള വ്യക്തികൾ കൂടിയാണ്. സ്ഥാനാർത്ഥികളെ പോലെ തന്നെ അവരും വലിയ രീതിയിൽ പ്രചാരണ പരിപാടിയുമായിട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ ഒരു പരിചയം നമുക്ക് ഇന്ന് നമ്മുടെ പരിപാടിയിൽ കാണാമെന്ന്. അപ്പോൾ എസ്കേൻ, അതാണ് എസ്കേൻ കോഴിക്കോട് ബീച്ചിന്റെ ഫ്രീഡം സ്ക്വയറിന് നേരെ ബാക്കിലാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ 24 കുടുംബാംഗങ്ങളെ, നമ്മളെ സ്നേഹിക്കുന്നവരെ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ, പ്രവർത്തകരെ, നിഷ്പക്ഷരായ കോഴിക്കോട്ടുകാരെ ഒക്കെ നമ്മൾ ഈ കോഴിക്കോട് ബീച്ചിലേക്ക് വൈകിട്ട് ക്ഷണിക്കുകയാണ്. എസ്കേൻ 4 to 5 ഇവിടെ രാഷ്ട്രീയം. താങ്ക് യു ഹാഷ്മി, പൊളിക്കുക. ഇന്ന് 4 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 1 മണിക്കൂർ ദൈർഘ്യത്തിലായിരിക്കും ഈ സംവാദ പരിപാടി. ഇവിടെ രാഷ്ട്രീയം പറയാം. ഈ പരിപാടി 24 തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്.